കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. വിവേചനങ്ങൾക്കും അവഗണനയ്ക്കുമെതിരായ പ്രതിഷേധമാണ് സമരച്ചങ്ങല. വാർദ്ധക്യകാല സുരക്ഷിതത്വമായ പെൻഷൻ തൂത്തെറിഞ്ഞവർ വീണ്ടും നമ്മെ പരിഹസിക്കുമ്പോൾ അവകാശ സംരക്ഷണത്തിനായി നമുക്കൊന്നിക്കാം. മനുഷ്യവികസനം സാധ്യമാക്കുന്ന ജനകീയ കേരള ബദലിനെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങളെ നമുക്ക് പ്രതിരോധിക്കാം. സമരച്ചങ്ങലയിൽ പങ്കെടുക്കാം. അങ്ങനെ പോസ്റ്ററിംഗും വിശദീകരണവും കഴിഞ്ഞു. നമുക്കൊരു ചായ കുടിച്ചാലോ? ചേട്ടാ 5 ചായ. സഖാവേ, കുഞ്ഞിന് വയ്യാണ്ടായി, ആശുപത്രി കൊണ്ടുപോകാൻ 1000 രൂപ തരാമോ? സർക്കാർ ഉദ്യോഗസ്ഥനാണ്, എത്ര രൂപ ശമ്പളം വാങ്ങുന്നത്? എന്നാലും കടം വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലേ? മാസം കിട്ടുന്ന ശമ്പളം ഒന്നും തികയില്ല. 4-5 പേര് കഴിയേണ്ടതാണേ. മാസം കിട്ടുന്ന ശമ്പളം ഒന്നിനും തികയത്തൊന്നുമില്ല. എന്നാ സാർ? ശരി സാർ. അത് തന്നെ, സാധനങ്ങൾക്കൊക്കെ ഇപ്പം എന്തുട്ട വില? അതെ, തീ പിടിച്ച വിലയാ. അതെ, എല്ലാത്തിനും വില കൂടി. കൂടാത്തത് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മാത്രം. അതിന് നിങ്ങൾ പ്രതികരിക്കണം. അതെ, അതിനാണ് ഈ സമരച്ചങ്ങല. 12ാം ശമ്പള പരിഷ്കരണം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലല്ലോ. 5 ആണ്ട് കൂടുമ്പോൾ ശമ്പള പരിഷ്കരണം നടപ്പാക്കേണ്ടതാ. നടപ്പായില്ല. ക്ഷാമത്തെ തൊട്ട് ഇതുവരെ കിട്ടിയിട്ടുമില്ല. അതെ, പിന്നെ നമ്മൾ പ്രതികരിക്കണ്ടേ? പിന്നല്ലാണ്ട്. ആ വിനോദിനി സഹാവേ, വായു ഒരു ചായ കുടിക്കാം. അല്ല, എവിടെ പോയതാ? സഹാവേ, സാധനം വാങ്ങാൻ പോയതാ. ഒന്നിനും കഴിയുന്നില്ല. DA കുടിശ്ശിക വല്ലതും കിട്ടുമോ? കിട്ടും സഖാവേ. അതിനാണ് നിശബ്ദത ഭേദിച്ചുകൊണ്ടുള്ള ഈ പ്രതിഷേധം. സർക്കാർ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി. അത് തന്നെ, കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ. അതെ, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിച്ചിട്ടുമില്ല. DA കുടിശ്ശിക വേഗം കിട്ടണം. അതെ, നമ്മൾ ഇറങ്ങുകയാണ് പ്രതിഷേധിക്കാനായി. അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി. അതെ, ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. സമരച്ചങ്ങല തീർത്തുകൊണ്ട്. അപ്പൊ തീയതി മറക്കണ്ട. 2026 ജനുവരി 22 അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി പ്രതിഷേധിക്കുന്നു. ഈ വരുന്ന 22-ാം തീയതി അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ 14 ജില്ലകളിലും സമരച്ചങ്ങല തീർത്തുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് എല്ലാ ഫെഡറൽ തത്വങ്ങളെയും ലംഘിച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുകയും ആ വരിഞ്ഞു മുറുക്കലിന് അനുപൂരകമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ ക്ഷാമബത്ത ഉൾപ്പെടെ സമയബന്ധിതമായി നൽകാൻ കഴിയാതെ കേരളത്തിലെ സർക്കാർ വീർപ്പുമുട്ടുകയാണ്. കേരളത്തിലെ സർക്കാരിന്റെ വികസന പ്രക്രിയയെ തടസ്സപ്പെടുത്തുവാനായി, രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുവാനായി കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ഈ കൊടിയ അനീതിക്കെതിരെ, ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെ പ്രതിഷേധിക്കുവാൻ ഈ സമരച്ചങ്ങലയിൽ സർക്കാർ ജീവനക്കാരോടും അധ്യാപകരോടുമൊപ്പം കേരളത്തിലെ പൊതുസമൂഹവും അണിചേരണമെന്ന് വളരെ വിനീതമായി ജോയിന്റ് കൗൺസിലിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ജനുവരി മാസം 22-ാം തീയതി കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും സമരച്ചങ്ങല തീർത്ത് പ്രതിഷേധിക്കുകയാണ്. ജില്ലാ കേന്ദ്രങ്ങളിലും തലസ്ഥാന നഗരിയിലും ഒരുമിച്ച് ചേർന്ന് പ്രതിഷേധാഗ്നി ഉയർത്തി അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ പോർമുഖം തുറക്കുകയാണ്. കേരളത്തിന്റെ പൊതു പ്രതിഷേധമായി സമരച്ചങ്ങല മാറണം എന്ന് ജീവനക്കാരോടും അധ്യാപകരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. വാർദ്ധക്യകാല സുരക്ഷിതത്വമായ പെൻഷൻ നമ്മുടെ രാജ്യത്ത് തകർത്തെറിഞ്ഞത് കോൺഗ്രസും BJPയുമാണ്. 2013-ൽ UDFന്റെ ഗവൺമെന്റ് തകർത്തെറിഞ്ഞതാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ പെൻഷൻ. അത് തിരിച്ചു പിടിക്കാനുള്ള ഉജ്ജ്വലമായ പോരാട്ടമാണ് സമരച്ചങ്ങലയിലൂടെ കേരളത്തിലെ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതി സമര ചരിത്രത്തിൽ പുതിയ അധ്യായം രചിച്ചുകൊണ്ട് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരും സമരച്ചങ്ങലയുടെ ഭാഗമാകണം. മാറി നിൽക്കേണ്ടവരല്ല. അവകാശങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഐക്യത്തോടുകൂടി നമ്മുടെ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി, കേരളത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി, രാജ്യത്തിന്റെ നട്ടെല്ലായ സിവിൽ സർവീസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ ഭാഗമാകണമെന്ന് അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിക്ക് വേണ്ടി എല്ലാ ജീവനക്കാരോടും അധ്യാപകരോടും അഭ്യർത്ഥിക്കുകയാണ്. അവകാശ സംരക്ഷണത്തിനും കേരളത്തോടുള്ള സാമ്പത്തിക വിവേചനത്തിനുമെതിരെ അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരച്ചങ്ങല തീർക്കുന്നു. 2026 ജനുവരി 22-ന് ലോക്ഭവൻ മുതൽ സെക്രട്ടേറിയറ്റ് വരെയും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമരച്ചങ്ങല തീർക്കുന്നു.